അവനെ കാണുന്നില്ല. ഞാൻ സംസാരിക്കൊന്നുമില്ല. ഇതില് ഓണം വർക്ക് ചെയ്യുന്നു. ഞാനായിരിക്കും വിചാരിക്കട്ടെ. വലൈക്കും സലാം. അല്ല അജയരെ, എന്തൊക്കെയാ ഇപ്പൊ നമ്മുടെ കാര്യങ്ങളും? അതെ, ആ രജനിനെ ഒന്ന് പോയി കണ്ടുകാണ്ടേ 6ാം വാർഡിൽ നിൽക്കാൻ വേണ്ടിട്ട് ഒന്ന് താല്പര്യപ്പെടുത്തണം. അതിനൊന്ന് നേതൃത്വം കൊടുക്കണം. നമ്മളൊക്കെ ഒന്ന് കൂടെ പോകണം. അവള് മത്സരിച്ചെങ്കിൽ മാത്രമേ നമുക്കവിടെ 1ാം വാർഡിൽ നിൽക്കാൻ പറ്റൂ. അതായിക്കോട്ടെ, അത് ഞാൻ പോയി സംസാരിച്ചോളാം. ഞമ്മള് പറഞ്ഞ ഓൾക്ക് ഞാൻ നീങ്ങാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞങ്ങൾ പോയി. വലൈക്കും സലാം. ദാസനല്ലേ, നമ്മള് രജനീന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞ സമയം എത്രയായി? ഞങ്ങൾ എത്ര നേരമായി ഇവിടെ വന്നിരിക്കുന്നു? ചായ വേണ്ടേ? മതമില്ലല്ലോ. പിന്നെപ്പോ ഞങ്ങൾ വന്നതിന്റെ കാര്യം രജനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതെങ്ങനെയാ പറയാതെ മനസ്സിലാവുന്നത്? കാര്യമായ ആവശ്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളെപ്പോലുള്ളവര് ഞങ്ങളെ തേടി വരില്ലല്ലോ. അതെ അതെ, നിങ്ങൾക്കൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ ഞങ്ങളെപ്പോലെ ഉള്ളവരൊക്കെ കാണും. വളച്ചുകെട്ടില്ലാതെ ഞാൻ കാര്യം പറയും. തിരഞ്ഞെടുപ്പൊക്കെ വന്നതാണല്ലോ. നമ്മൾ 6ാം വാർഡില് ഈ പ്രാവശ്യം രജനി മത്സരിക്കും. ഓ, ജമാൽ ഹാജി പറഞ്ഞു വിട്ടതാവും. വനിതാ സംവരണമായതുകൊണ്ട് മൂപ്പർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അവിടെ തന്നെയുള്ള ആരെങ്കിലും നിർത്തിയാൽ പോരെ? ഈ 1ാം വാർഡിൽ നിന്ന് ഞാനിതിനെ അങ്ങോട്ട് വരുന്നു. ഹാജി ഈ പ്രാവശ്യം 1ാം വാർഡിലാണ് മത്സരിക്കുന്നത്. ഞാൻ ഏതായാലും ആലോചിച്ചിട്ടൊരു തീരുമാനം പറയാം. മതി മതി, നിങ്ങൾ ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി. മോനെ, ആ ബക്കറ്റ് അവിടെ വെച്ച് യൂണിഫോം മാറ്റിവാ. ഈ ഇപ്പൊക്കെ ചില സിസ്റ്റർമാര് യൂണിഫോം കാണുന്നത് ദേഷ്യമാണ്. ഇനി പ്രിൻസിപ്പാളിന് യൂണിഫോമിനോടല്ലോ തട്ടത്തിനോടല്ലേ ദേഷ്യം. എന്താ ഇപ്രാവശ്യം നേരത്തായാ? അതൊരു ക്യാമ്പയിന്റെ ഭാഗമാണ്. എന്തായാലും അധികം സമയമൊന്നുമില്ലല്ലോ. എന്റെ കൈ നഞ്ഞിട്ടുള്ളത് ആടെ വെച്ചോളി. ആടെ കയറിയിരുന്നോളി. ഇല്ല, സമയമില്ല, പിന്നെ വരാം. അല്ല, ഇപ്രാവശ്യം ഇവിടെ ആരാ നിക്കണേ? 1ാം വാർഡ് ജനറൽ ആണല്ലോ. നമ്മളെ ജമാലാജി ആവാനാണ് സാധ്യത. അല്ലെന്ന ഇപ്രാവശ്യം വാസോട്ടിന് നിന്നൂടെ? എന്നിപ്പോ സംവരണ സീറ്റിൽ തന്നെ നിക്കണം എന്നില്ലല്ലോ. എന്നാ ഞങ്ങള് വരട്ടെ. നിങ്ങൾ എന്തിനാ വിളിച്ചത്? അതെ, വാസോട്ടനും സലീമും വന്നിരുന്നേ. അവര് പോയി. ഓ, തെരഞ്ഞെടുപ്പ് അടുത്തതല്ലേ? എന്തോ ക്യാമ്പയിന് നോട്ടീസ് അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കാനൊന്നും താല്പര്യമില്ലേ? ഇപ്പൊ മത്സരിച്ചാൽ എന്തായാലും ജയിക്കും. അതോടെ നാട് നന്നാകും, ജനങ്ങൾക്ക് സുഖം മാത്രമാകും. അതാണ്, അതോടെ ജനങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ അഹങ്കാരികളായി മാറും. അത് വേണോ? വേണോ? പറയ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കണൊക്കെ വലിയ രസമായി തോന്നും. എന്താ അങ്ങനല്ലേ? ജയിച്ച് മെമ്പർ ആവണോനെ ഏറ്റെടുക്കണത് വലിയ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി ചെയ്യാൻ പറ്റാതായാലേ വലിയ ബുദ്ധിമുട്ടാവും. നാളെ പടച്ചവനോട് കണക്ക് പറയേണ്ടി വരും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ കുടിവെള്ളത്തിന് വലിയ ക്ഷാമാണല്ലോ. അതിനല്ലേ റോഡിലൊക്കെ കുഴിച്ച് പൈപ്പ് ഇട്ടത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനേ നല്ല വെള്ളം കിട്ടുന്നിടത്ത് ആദ്യം കിണർ കുഴിക്കണം. കിണർ കുഴിക്കാതെ പൈപ്പ് ഇടുവോ? ഞാനൊന്ന് പറയട്ടെ. ആദ്യം കിണർ കുഴിക്കണം, പിന്നെ വലിയൊരു വെള്ള ടാങ്ക് കെട്ടണം, അതിനുശേഷം പൈപ്പിട്ട് എല്ലാ വീട്ടിലും കണക്ഷൻ കൊടുക്കണം. അതന്നെയല്ലേ നടക്കുന്നത്. കിണറും ടാങ്കും പൂർത്തിയാവാതാണെങ്കിൽ ജനങ്ങളെ പറ്റിക്കലല്ലേ? അത് പറ്റിക്കലാണ്. അതന്നെ, ഇങ്ങനെ പറ്റിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുമ്പോ പലരും അതിന് കൂട്ടു നിൽക്കാൻ നിർബന്ധിതരാവുകയാണ്. കാര്യങ്ങളെ കിടപ്പ് ഏകദേശം പിടികിട്ടി. പൂർണ്ണമായി ശരിയായി മനസ്സിലാക്കിയത് മാത്രം കൂട്ടുകാരിലേക്ക് പകരുക എന്നതാണ് നമ്മളെ ദൗത്യം. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം. ഹാജിക്ക, ഞാൻ ആലോചിച്ചപ്പോ 1ാം വാർഡിൽ മത്സരിക്കുന്നതാണ് എനിക്ക് നല്ലത്. അതെങ്ങനെയാ ശരിയാവുക? അത് ജനറൽ വാർഡല്ലേ രജനി? ജനറൽ വാർഡിൽ എന്താ വനിതയ്ക്ക് മത്സരിച്ചുകൂടെ എന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. 1ാം വാർഡിൽ വനിതയെ ഞാൻ മത്സരിക്കും. സംവരണം ഉള്ളവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ജനറൽ. അത് ന്യായം. പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പോലും സ്വന്തം ഫോട്ടോകൾ ഫ്ലെക്സ് വെക്കുന്നവരാണല്ലോ നമ്മുടെ സ്ഥാനാർത്ഥികളിൽ പലരും. അങ്ങനെയല്ലാത്ത ഒരാളെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാൽ
ഞാൻ മാർത്തരാം. ഞാൻ 6ാം വാർഡിൽ മത്സരിക്കാം. വെറുതെ ആളാവാൻ ഫ്ലക്സ് വെക്കുന്നവർ, ബജറ്റ് കൃത്യമായി പരിശോധിച്ച് നമ്മുടെ പഞ്ചായത്തിന് എന്തുണ്ട് എന്ന് മനസ്സിലാക്കാത്തവരും ഭരണസമിതിയിൽ ഉണ്ടാവില്ല. കൂടാതെ കോറം തികയാതെ വീട്ടിൽ കൊണ്ടുപോയി ഒപ്പിട്ട് തട്ടിക്കൂട്ടുന്ന ഗ്രാമസഭയും ഉണ്ടാവില്ല. പോരെ? എന്നാൽ ശരി, 1ാം വാർഡിൽ ഹാജി മത്സരിക്കണം, 6ാം വാർഡിൽ ഞാനും മത്സരിക്കാം. നമുക്ക് ഒരുമിച്ച് മാറ്റങ്ങൾക്കായി ശ്രമിക്കാം.